ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC ഇലക്ട്രീഷ്യൻ എക്സാം ഡേറ്റ് മാറ്റിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതിൻ്റെ റിവൈസ്ഡ് ടൈം ടേബിൾ, റിവൈസ്ഡ് ഡേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്തവർ കാണുക. 21 നവംബറിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലൈൻമാൻ്റെ എക്സാമും ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 29 ആണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക. ഒക്ടോബർ 4 നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ അൺഅക്കാഡമിയിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് 3 ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ കറൻറ്റ്ലി റണ്ണിംഗ് ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 6 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മിഷൻ LDC 2021 45 ഡേയുടെ ബാച്ച് കോഴ്സാണ്. LDC മെയിൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഇതിൽ ജോയിൻ ആവാം. അതുപോലെ തന്നെ 7 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത 50 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LGS ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തന്നെ 6 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ജേതാവ് 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LD ടൈപ്പിസ്റ്റ് എക്സാം ആണ് 10th ലെവൽ. ഓക്കെ, അപ്പോൾ അതും ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ആവാം. അതുപോലെ തന്നെ 29 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത 200 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ ഓൾ കേരള PSC എക്സാംസ് ബിഗിനേഴ്സ് ബാച്ചാണ്. അത് റണ്ണിങ് ബാച്ചാണ്. അതുപോലെ പ്രയാണം ദിശ 2 ബാച്ചസും കറൻ്റ്ലി റണ്ണിങ് ആണ്. ഓക്കെ, ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഇപ്പോൾ ഓൾ ഫ്രൈഡേ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റാണ്, കറണ്ട് അഫയേഴ്സ് ആണ്. 40 ക്വസ്റ്റ്യൻസ് ഇൻ 30 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഡേറ്റ് 18, 15, 22, 29 ഒക്ടോബറിലാണ്. 10 PM to 10:30 PM ആണ്. ഓക്കെ, പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാച്ചിലാണോ ജോയിൻ ആവുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് 10% ഓഫ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒക്ടോബറിലൊരു ഓഫറാണ് 12+2 കോംബോ. 12 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായി നൽകുന്നുണ്ട്. ഈ ഓഫർ 10 ഒക്ടോബർ വരെ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ LGS LD ടൈപ്പിസ്റ്റ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനോട് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്ത് നിങ്ങൾക്ക് 10% ഓഫും കിട്ടും. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ ഇലക്ട്രീഷ്യൻ എക്സാംസിന് വേണ്ടി നമ്മൾ ലൈവായിട്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് 3 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5:30 അതുപോലെ 8 മണിക്കും ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, സ്വീപ്പ് ഓഫ് എ സീലിംഗ് ഫാൻ റെഫേഴ്സ് ടു. സ്വീപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സ്വീപ്പ് ഓഫ് എ സീലിംഗ് ഫാൻ റെഫേഴ്സ് ടു റേഡിയസ് ഓഫ് സർക്കിൾ ഫോംഡ് ബൈ ഇറ്റ്സ് റൊട്ടേഷൻ ആണോ, ഡബിൾ ദി ലെങ്ത് ഓഫ് ബ്ലേഡ് ആണോ, ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് മോട്ടർ ടു ദ ടിപ്പ് ഓഫ് ബ്ലേഡ് ആണോ, ഡബിൾ ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് മോട്ടർ ടു ടിപ്പ് ഓഫ് ദി ബ്ലേഡ് ആണോ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ഡബിൾ ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് മോട്ടർ ടു ടിപ്പ് ഓഫ് ബ്ലേഡ്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് kWh. അടുത്ത ക്വസ്റ്റ്യൻ വേണം, ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് എന്ത് പറ്റും? കാർബണിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ്, റെസിസ്റ്റൻസ് ഡിക്രീസസ് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ടു ഡിക്രീസ് ദ റെസിസ്റ്റൻസ് ഓഫ് എനി കണ്ടക്ടർ എ റെസിസ്റ്റൻസ് വിൽ ബി കണക്റ്റഡ് ഇൻ. ഓക്കെ, എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസ് വിൽ ബി കണക്റ്റഡ് ഇൻ പാരലൽ ആയിരിക്കും. ഓക്കെ, ഇൻ ഇന്ത്യ യൂഷ്വലി ജനറേറ്റിംഗ് വോൾട്ടേജസ്, ഇൻ ഇന്ത്യ എത്രയാണ് വോൾട്ടേജ്? ഇറ്റ് ഇസ് 11 kV. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ AC മെഷീൻസ് ബെസ്റ്റ് എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ. AC മെഷീൻസിൽ ബെസ്റ്റ് എഫിഷ്യൻസി തരുന്ന ഏത് മെഷീനാണ്? ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ മോട്ടർ, സ്ലിപ്പ് റിംഗ് മോട്ടർ, ഓൾട്ടർനേറ്റർ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഇ, ട്രാൻസ്ഫോമർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ, സീരീസ് വിത്ത് ഫീൽഡ്, പാരലൽ വിത്ത് ആർമേച്ചർ. നൺ ഓഫ് ദീസ്. ഇന്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഐ റൂൾ ദ പെർമിസിബിൾ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഈസ്. എത്രയായിരിക്കും പെർമിസിബിൾ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഈസ്? 3%. Next question, in conduit wiring positive and negative wires are run in the same conduit. Avoid. In conduit wire പോസിറ്റീവ് നെഗറ്റീവ് വയേഴ്സ് റൺ ചെയ്യുന്ന സെയിം കോൺഡ്യൂട്ടിലാണ് ടു അവോയ്ഡ്. ഏത് ലോഡ് ആയിരിക്കും? ഇൻഡക്റ്റീവ് ആണോ, കപ്പാസിറ്റീവ് ആണോ, ബോത്ത് എഫക്ട്സ്, നൺ ഓഫ് ദീസ്. ഇതൊന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് 3 കപ്പാസിറ്റേഴ്സ് കണ്ടക്ടഡ് ഇൻ സീരീസ്. ഓക്കെ, സീരീസ് ആണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ട് 6.66 മൈക്രോ ഫാരഡ് കിട്ടും. ആണ് 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്യുന്ന എന്താണ്? ബിലോ സിംഗണസ് സ്പീഡ്. ഷോർട്ട് പിച്ച് വൈൻഡിങ് ഈസ് യൂസ്ഡ് ബിക്കോസ് ഇറ്റ് സേവ് കോപ്പർ ഓഫ് ദി എൻഡ് റിങ്സ്. ഇത് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജനറലി അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ദ വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ ഈസ്. യൂണിറ്റി പവർ ഫാക്ടറിൽ വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 3-phase ഡെൽറ്റ കണക്ഷൻ ലൈൻ വോൾട്ടേജസ്. 3-phase ലൈൻ വോൾട്ടേജ് സെയിം ആസ് ഫേസ് വോൾട്ടേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ക്യാൻ ഇൻഡ്യൂസ് വോൾട്ടേജ് ബിക്കോസ് ഇറ്റ് ഹാസ്. എന്തായിരിക്കും? ഇറ്റ് ഹാസ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇറ്റ് ഹാസ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ 2 watt meter മെത്തേഡ് ഓഫ് പവർ മെഷർമെന്റ് ഇഫ് പവർ ഫാക്ടർ ഈസ് യൂണിറ്റി. പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ എന്താണ്? W1 = W2 ആയിരിക്കും. ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ ക്യാൻ ബി യൂസ്ഡ്. ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ എവിടെയാണ്? AC ഒള്ളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹയസ്റ്റ് ഡോപ്ഡ് റീജിയൻ എ ട്രാൻസിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് എമിറ്റർ. നോ ലോഡ് ടെസ്റ്റ് ഓൺ എ ട്രാൻസ്ഫോമർ ഈസ് കണ്ടക്ടൻസ് ടു മെഷർ. നോ ലോഡ് ടെസ്റ്റ് ചെയ്തതാണ്? കോർ ലോസ്.
വിച്ച് സ്റ്റാർട്ടർ വിൽ ഗീവ് ബെറ്റർ സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ? ഏത് സ്റ്റാർട്ടർ ആയിരിക്കും? ഇറ്റ് ഇസ് DOL സ്റ്റാർട്ടർ. നിക്രോം ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഹീറ്റർ കോയിൽസ് ആണല്ലേ. യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഇറ്റ് ഇസ് വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.